നമസ്കാരം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കഞ്ചാവ് വേട്ടയിൽ ശരിക്കും ഞെട്ടിയത് റെയ്ഡിനെത്തിയ പോലീസുകാരാണ്. ഹോളി ആഘോഷിക്കാനായി കഞ്ചാവ് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാണ്, അതായത് പോലീസിനൊരു രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിലേക്ക് രാത്രി പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം ഇരച്ചെത്തുന്നത്. പോലീസ് എത്തുമ്പോൾ ഏതാനും പാക്കറ്റ് കഞ്ചാവ് മാത്രമേ ഉണ്ടാകൂ എന്ന പ്രതീക്ഷയായിരുന്നു റെയ്ഡിനെത്തിയ പോലീസുകാരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കിലോ കണക്കിന് കഞ്ചാവാണ് ഹോസ്റ്റലുകളിൽ നിന്നും പോലീസ് പിടികൂടിയത്. 2 കിലോ കഞ്ചാവാണ് മെൻസ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടിയത്. ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ്. മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഹോളി ആഘോഷത്തിനായി വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. ഹോളി ആഘോഷത്തിന്റെ മറവിൽ വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിച്ചാണ് കഞ്ചാവ് ക്യാമ്പസിൽ എത്തിച്ചത്. ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും 500 മുതൽ 2000 രൂപ വരെ പിരിച്ചിരുന്നു. കൊച്ചിയിലെ ഇടനിലക്കാർ മുഖേനയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. വിവരം പോലീസിന് ചോർന്ന് കിട്ടിയിരുന്നു. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയാണ്. ആ ഒരു പരിശോധനയ്ക്കൊടുവിലാണ് ലഹരി മൊത്തത്തിൽ പിടിച്ചെടുത്തത്. ചില്ലറ വിൽപ്പന നടത്താനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനായി തൂക്ക് മെഷീൻ സഹിതം ഹോസ്റ്റലിൽ എത്തിച്ചിരുന്നു. രാത്രി 9 മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ 4 മണിയോടെയാണ് അവസാനിച്ചത്. പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസും കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിയായ ആകാശിന്റെ മുറിയിൽ നിന്നും 1.9 കിലോ കഞ്ചാവും, ആലപ്പുഴ സ്വദേശിയായ ആദിത്യൻ, കൊല്ലം സ്വദേശിയായ അഭിരാജ് എന്നിവരുടെ മുറിയിൽ നിന്നും 9 ഗ്രാം കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം 3 ആൺകുട്ടികൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടവരിൽ SFI നേതാവും ഉൾപ്പെടുന്നുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിടിയിലായ അഭിരാജ് SFI നേതാവാണ്. SFI യൂണിറ്റ് സെക്രട്ടറിയാണ് അഭിരാജ്. അതായത് അഭിരാജ് SFIയുടെ സെക്രട്ടറി അല്ല എന്ന് SFIയുടെ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കോളേജ് പ്രിൻസിപ്പാൾ ഉറപ്പായിട്ടും പറയുന്നുണ്ട് അഭിരാജ് കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് പ്രിൻസിപ്പാൾ പറയുന്നുണ്ട്. ആദിത്യനെയും അഭിരാജിനെയും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. അതേസമയം ഇത്രയേറെ കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല എന്ന് ACP മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. കഞ്ചാവ് എത്തിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഡാൻസ് ഓഫ് സംഘം റെയ്ഡിനായി ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവാളെന്ന് തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നർക്കോട്ടിക് സെൽ ACP അബ്ദുൾ സലാം വിശദീകരിച്ചു. തൂക്കി വിൽപ്പനയ്ക്കുള്ള ത്രാസ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയധികം അളവിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും ഞെട്ടിച്ചു എന്നാണ് ACP പറഞ്ഞത്. 1.9 കിലോഗ്രാം കഞ്ചാവാണ് ആകാശിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത്. പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത്. വിദ്യാർത്ഥികളിൽ നിന്നും 2 മൊബൈൽ ഫോണുകളും തിരിച്ചറിയൽ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ സാങ്കേതിക സർവകലാശാല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കേരളത്തിലെ സർവകലാശാലയിൽ വലിയ രീതിയിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു നിർണായകമായ ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ സർവകലാശാലയിലെയും മുഴുവൻ VC-മാരെയും നേരിട്ട് രാജ്ഭവനിലെത്താൻ ആവശ്യപ്പെടുകയും അതിനുശേഷം കോളേജുകളിൽ ലഹരി ഉപയോഗം കർശനമായി തടയണം, ഏത് രീതിയിലും തടയണം. കോളേജിലെ അധ്യാപകർക്ക്, വാർഡർമാർക്ക്, VC-മാർക്ക്, രജിസ്ട്രാർമാർക്ക് കോളേജ് ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ പോലീസിനും ഏത് രാത്രി വേണമെങ്കിലും, ഏത് അർദ്ധരാത്രി വേണമെങ്കിലും കോളേജിൽ കയറി റെയ്ഡ് നടത്താനും കോളേജിന്റെ ഹോസ്റ്റലിൽ റെയ്ഡ് നടത്താനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കേരളത്തിന്റെ ഭരണത്തലവൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നിർണായക നീക്കം ഗവർണറുടെ ഭാഗത്ത് നിന്നും കിട്ടിയതോടുകൂടിയാണ് പോലീസ് ഇപ്പോൾ ഓരോ ഹോസ്റ്റലുകളിലും റെയ്ഡ് നടത്തുന്നത്. നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അഥവാ ഏറ്റവും വലിയൊരു പാളിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഗ്രാം കഞ്ചാവാണ് വിദ്യാർത്ഥികൾ കൂടുതലായി കൈവശം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ഉള്ള ഒരു നിയമം നമുക്കില്ല. കാരണം ചെറിയ ഗ്രാം കഞ്ചാവ് വയ്ക്കുമ്പോൾ നിയമം അനുശാസിക്കുന്ന അനുസരിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ് സ്വാഭാവികമായി ചെയ്യുന്നത്. അതാണ് ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കഞ്ചാവ് ലോബികളും കഞ്ചാവ് തലവന്മാരുമൊക്കെ അത് മുൻനിർത്തിയാണ് ഈ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത്. അതായത് ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ചെറിയൊരു കിലോ കഞ്ചാവ്, ചെറിയൊരു ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്താൽ ഉടനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയാണ് ഇവർ കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം
എത്ര അളവിലാണെങ്കിൽ പോലും, ചെറിയൊരളവിലാണെങ്കിൽ പോലും കഞ്ചാവ് കൈവശം വയ്ക്കുന്നവർക്കെതിരെ കർശനമായ നടപടി, കർശനമായ ഒരു നിയമം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളെ കേരളത്തിൽ നിന്നും രാജ്യത്ത് നിന്നും തുടച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.